പ്രിയമുള്ളവരെ, നോമ്പുകാല ചിന്തയിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പ് എന്ന് പറയുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ നോ എന്ന അക്ഷരത്തിലാണ്. ചിലതിനോട് നോ പറയണം, ചില ജീവിത സാഹചര്യങ്ങളോട് നോ പറയണം. ഞാൻ ഓർക്കുന്നു, നോമ്പുകാലമായാൽ 16 ലിറ്റർ പാല് കറന്ന് പാലം പാത്രത്തിൽ അമ്മ അപ്പയുടെ കയ്യിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഗ്ലാസ് പാല് പോലും കിട്ടിയിട്ടില്ല. അമ്മ പറയും നോമ്പാണ്, നോ പാല് വേണ്ട, പാല് നമ്മൾ മാറ്റണം. അപ്പോൾ ചിലതിനെ വേണ്ടാന്ന് വെക്കുന്ന ഈ നോമ്പ് കാലത്ത് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഭാര്യയും കുഞ്ഞുമായിട്ട് കുഞ്ഞിന് പനി ആയി ഹോസ്പിറ്റലിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്നു. കുഞ്ഞ് ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വിട്ടുമാറാത്ത പനി. ഹോമിയോ മരുന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച ഒരിക്കൽ മരുന്ന് വാങ്ങാനായിട്ട് ഞങ്ങൾ പോകും. ഒരു ദിവസം രാവിലെ ഞങ്ങൾ 2-3 പേരും കൂടി വണ്ടിയെടുത്ത് പോയി. പോകുന്ന വഴിക്കൊരു പാലമുണ്ട്, ഇടുങ്ങിയ പാലം. ആ പാലത്തിലൂടെ ഒരു വണ്ടി ഒരു സമയം കടന്നു പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങ് ചെന്നപ്പോഴത്തേക്കും ഒരു വണ്ടി വന്നു. ആ വണ്ടി അവിടെ ഒതുക്കിയിട്ടിരിക്കുക. ചെറിയ ചാറ്റന്മാർ തൂളുന്നുണ്ട്. അപ്പോൾ വണ്ടി പോകാൻ നോക്കി എന്നപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് നോക്കി. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു കടത്തിണ്ണയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. കുഞ്ഞിനെ നോക്കി ചിരിച്ചു. എന്നോട് കുഞ്ഞ് പറഞ്ഞു, അച്ചാച്ചേ, ഒരപ്പാപ്പൻ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, പോരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. കുഞ്ഞ് ചോദിച്ചു, അപ്പാപ്പ പോരുന്നുണ്ടോ? അപ്പാപ്പൻ തലയാട്ടി. അപ്പം നടന്നു വന്നപ്പോൾ എൻ്റെ ഭാര്യ ഡോറ് തുറന്ന് ഇറങ്ങി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വയ്യാത്ത ആളാണ്. നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു, 2 കയ്യുമില്ലാത്തൊരു മനുഷ്യൻ, 68 വയസ്സുള്ള നാരായണൻ ചേട്ടൻ. ആ മനുഷ്യനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഇത് ഈശോയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ചോദിച്ചു, അച്ചാച്ച, ഈ ഈശോയ്ക്ക് കൈയില്ല അല്ലേ? ഇന്നലെ നമ്മൾ അച്ചാച്ചൻ കാണിച്ചു തന്ന ഈശോയ്ക്ക് കാലില്ലായിരുന്നു, ഈ ഈശോയ്ക്ക് കൈയില്ല. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, ഈ ഈശോയ്ക്കുള്ള കൈയാണ് കുഞ്ഞിന് ഈശോ തന്നത്, അതുകൊണ്ട് ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ കൈ മാറ്റണം. കുഞ്ഞെന്തോ ഇങ്ങനെ ചിന്തയിലായിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. വണ്ടി മുന്നോട്ട് പോയപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, രാവിലെ കഴിക്കാറില്ല, 2 കയ്യും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കുട്ടികൾ കഞ്ഞിയായിട്ട് എനിക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചു തരും, ഞാനത് വലിച്ചു കുടിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാം, പൊറോട്ട കഴിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൈയില്ലല്ലോ. എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് കൈ ഉണ്ടല്ലോ. ആദ്യം കണ്ട കടയിൽ കൊണ്ട് വണ്ടി നിർത്തി പൊറോട്ട പറഞ്ഞു. കറി എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, സാമ്പാർ ഒഴിച്ചാൽ മതി. സാമ്പാർ ഒഴിച്ച് എൻ്റെ ഭാര്യ കൈ കഴുകിയിട്ട് വന്ന് പൊറോട്ട മുറിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, ആദ്യത്തെ പീസ് മുറിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് ഭാര്യയുടെ കൈക്കിട്ടൊരൊറ്റ അടി. എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞിനിട്ട് ഒരു അടി വെച്ച് കൊടുത്തു. കുഞ്ഞിനിട്ട് അടി വെച്ച് കൊടുത്തിട്ട് ചോദിച്ചു, ഈശോയാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് എന്താ ഈ ചെയ്തതെന്ന് ചോദിച്ചു. കുഞ്ഞെന്നെ കെട്ടിപ്പിടിച്ച് ഉറക്ക വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അച്ചാച്ചേ, ഈ ഈശോയ്ക്ക് ഞാൻ കൊടുത്തോട്ടെ ഇത്തിരി പൊറോട്ട, എൻ്റെ കൈ കൊണ്ട് കൊടുത്തോട്ടെ. എൻ്റെ കണ്ണ് നിറഞ്ഞു. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ മിടിക്കുക, അച്ചാച്ചൻ്റെ കുഞ്ഞ് മിടിക്കുക, പൊറോട്ട കുറിച്ച് കൊടുത്തോളാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ കൈ കഴിയിച്ചു, എടുത്തു. എന്നിട്ട് പൊറോട്ടയ്ക്കകത്ത് പൊറോട്ട മുറിച്ച് ഭാര്യ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞ് നാരായണ ചേട്ടന് കൊടുത്തുകൊണ്ടിരുന്നു. 3 പൊറോട്ട തിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ചോട്ടിലിരിക്കുന്ന സാമ്പാർ പൊറോട്ട എടുത്ത പാത്രത്തിൽ സാമ്പാറിൻ്റെ ചാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പുളിയുള്ള കണ്ണുനീര് ഇങ്ങനെ പടർന്നു പന്തലിച്ചിരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. അദ്ദേഹത്തും കൊണ്ട് വണ്ടി കയറ്റി വീണ്ടും ഞാൻ പോവുകയാണ്, ടൗണിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞെ, നമുക്ക് ഇന്ന് കുഞ്ഞിന് മരുന്ന് മേടിക്കാതെ ഈ മനുഷ്യന് പൈസ കൊടുത്തു വിടാം. ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടായി, ഞാൻ അത് തന്നെ ആലോചിച്ചേ, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് മനുഷ്യനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടയാക്കിയിട്ട് പെട്രോൾ അടിക്കാനുള്ളൊരു 100 രൂപ മാറ്റി വെച്ച് ബാക്കി തുക മുഴുവൻ ഈ മനുഷ്യന് കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചോദിച്ചു, അച്ചാച്ച മരുന്ന് മേടിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് നമ്മൾ ആ പൈസ കൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഹോമിയോ മരുന്നിനോട് ഞാൻ നോ പറഞ്ഞു. എന്നിട്ട് ഈ നാരായണ ചേട്ടന് പൈസ കൊടുത്തു വിട്ടു. നാരായണ ചേട്ടന് ഞാൻ പറയില്ല, ഈശോയ്ക്ക് തന്നെ പൈസ കൊടുത്തു വിട്ടു. ആ പൈസ വിട്ട നിമിഷം മുതൽ കുഞ്ഞിന് 4 വയസ്സായി. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പിന്നെ പനിക്ക് വേണ്ടി അവൾക്ക് മരുന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്നേക്കുമായിട്ട് എൻ്റെ ഈശോ നോ പറഞ്ഞു പനിയോട്. പ്രിയപ്പെട്ടവരെ, ചിലതിനോട് നോ പറയുന്ന, ചിലതിനെ ഒഴിവാക്കുന്ന,
നല്ല ഒരു നോമ്പ് കാലത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.